പ്രിയപ്പെട്ടവരെ, ഞാൻ അനീഫ കട്ടപ്പാറ. നമ്മുടെ ചിന്ത ബ്യൂട്ടിഫുൾ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം, വെൽക്കം. ഞാൻ ആദ്യം കാണിച്ചൊരു ഫോട്ടോ ശ്രദ്ധിച്ചത് നിങ്ങൾ ഒരു മുസൽമാൻ ആയിരുന്നൊരു മനുഷ്യനാണ്, ഒരു മനുഷ്യ ജന്മമാണ്. പുണ്യ റസൂലിൻ്റെ പേരക്കിടാവിൻ്റെ പേരക്കുട്ടിയുടെ പേര് ഹുസൈൻ എന്ന പേരുള്ള ഒരു ഉമ്മയും ബാപ്പയും മുസ്ലിമായി വളർത്തി പഠിപ്പിച്ച് ഒത്തിരി വിദ്യാഭ്യാസം നൽകി. ഇന്ന് അവൻ്റെ ജോലി എന്താണെന്ന് അറിയാം. ഹാരിഫ് ഹുസൈൻ എന്നൊരു മനുഷ്യ ജന്മത്തിൻ്റെ അത്രയും മോശമാണ്. അവനെ ഒരു നായ എന്നവന് വിളിച്ചാൽ അവൻ്റെ ഉപ്പയും ഉമ്മയും സങ്കടപ്പെടും. നായ പോലും നായ ഒരു സ്വർഗാവകാശിയായിരിക്കും. ഇത്രയും നീചമായൊരു സ്വഭാവവും സംഘികളുടെ കയ്യിൽ നിന്ന് ക്യാഷ് വാങ്ങിക്കൊണ്ട് അവൻ്റെ ജോലി മറ്റു ജോലിയുമില്ല. അവൻ്റെ ജോലി ഇസ്ലാമിനെ കുറ്റപ്പെടുത്തുക എന്ന് മാത്രം. ഇസ്ലാമിനെയും പുണ്യ റസൂലിനെയും ഖുർആാനിനെയും അവൻ ഇസ്ലാമിനെ കുറ്റപ്പെടുത്താൻ ഒരു മേഖലയുമില്ല. നമസ്കാരമായാലും ഹജ്ജായാലും നോമ്പായാലും എന്ത് ഇസ്ലാമിൻ്റെ ഏത് മേഖലയും ഓരോ വീഡിയോസിലെയും കുറ്റപ്പെടുത്തിക്കൊണ്ട് അവൻ ഇത്രയും നിറഞ്ഞു നിൽക്കുകയാണ്. എന്താണ് ഇങ്ങനെ? ഞാൻ വീണ്ടും ചോദിക്കാം, എന്താ ഇങ്ങനെ? നമ്മുടെ മലയാള മണ്ണിന്, കേരളത്തിൽ അല്ലെങ്കിൽ ഇന്ത്യക്ക് ഇത്രയും സ്വാതന്ത്ര്യമുണ്ട്, ഒരു മറ്റൊരു മതത്തെ ഇത്ര കടന്നാക്രമിക്കാൻ സ്വാതന്ത്ര്യമുണ്ടായിട്ടാണോ? അതോ മുസ്ലിങ്ങൾ ഇതിനെ എതിരെ ആരും ഒന്നും ഒരു വിരലനക്കായിട്ടോ അല്ലെങ്കിൽ പേന ചലിക്കാനിട്ടോ ഒരു പരാതിപ്പെടാത്തത് കൊണ്ട്? അവൻ്റെ വീഡിയോസ് എടുത്ത് കണ്ടപ്പോൾ നെടുങ്ങിപ്പോകും ഓരോ കാര്യങ്ങൾ. പുണ്യ റസൂലിനെ കുറിച്ചാണ് പറഞ്ഞത്, റസൂലിൻ്റെ വഫാത്തിനെ കുറിച്ചാണ് പറഞ്ഞത്. ഞമ്മ നാം കൊണ്ട് പറയാൻ നമുക്ക് കഴിയില്ല. ജീവൻ പോയിട്ട് ദിവസങ്ങളോളം ഇരുന്ന് ചത്തു ചീഞ്ഞി എന്നൊക്കെ പറഞ്ഞൊരു മനുഷ്യ ജന്മമാണ് ഹാരിഫ് ഹുസൈൻ. അവന് ഇപ്പോൾ അവൻ്റെ ലേബിൾ എക്സ് മുസ്ലിം. അവൻ്റെ ജോലി ഈ മുസ്ലിമിനെ മാത്രം കുറ്റപ്പെടുത്തുക, ഇസ്ലാമിനെ മാത്രം. അവിടെ ഇവിടെ ജെറുസലേമിൽ എവിടെ പോയാലും അവൻ്റെ കുറ്റപ്പെടുത്തലും അവൻ്റെ വീഡിയോസിൽ ഇസ്ലാം മാത്രം. വളരെ നീചമാണ്. ഞാൻ നിങ്ങൾക്കൊരു വീഡിയോ, അവൻ്റെ വീഡിയോ ചെറിയൊരു സൈഡ് കേൾപ്പിച്ചുതരാം. ഒരു വളരെ സ്ഫുടതയോട് സംസാരിക്കുന്നൊരു സ്ത്രീ, കാര്യങ്ങൾ അന്വേഷിക്കുക വളരെ സംക്ഷിപ്തമായ ശൈലിയിൽ സംസാരിക്കുന്ന ഒരു സ്ത്രീയോട് അവൻ ഉത്തരം മുട്ടുന്ന സമയത്ത് അവൻ ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്. ഇസ്ലാമിൽ നിന്ന് പുറത്ത് പോയ ആളെ ചെയ്യാൻ എന്താണ് ഇസ്ലാമിൻ്റെ വിധി? തലവെട്ടണമെന്ന് അവൻ പറഞ്ഞുകൊണ്ടൊരു സമർത്ഥിക്കുന്നുണ്ട്. ആരിഫെ, ആ പേര് വിളിക്കാൻ തന്നെ നമുക്ക് ആരിഫ് ഹുസൈൻ എന്നാണ് നമ്മുടെ നേതാവിൻ്റെ പേരക്കുട്ടിയുടെ പേരാണ് ഹുസൈൻ. പൊന്നു മനുഷ്യ ജന്മമേ, ഇത്രയും നീ പറഞ്ഞ ഇസ്ലാമിന് പുറത്തു പോയാൽ തലവെട്ടണം എന്ന നിയമം പഠിപ്പിക്കുകയാണെങ്കിൽ, ഇസ്ലാമിൽ ആ നിയമം നടപ്പിലാക്കുകയാണെങ്കിൽ ഇന്ന് ഇസ്ലാമിൻ്റെ ചുണക്കുട്ടികൾ കയ്യും ചോരത്തിളപ്പും കൈക്കരുത്തും ഇല്ലാത്തത് കൊണ്ടാണോ ഇന്നും നിന്റെ തല അതുപോലെ നിൽക്കുന്നത്? അതല്ല, നിനക്കെതിലൊരു പരാതിപ്പെടാൻ നിന്നെ ഒരു നെവറാക്കിക്കൊണ്ട് നീ എത്ര ഇസ്ലാമിനെ കുറ്റപ്പെടുത്തിയാലും നിന്നെ സപ്പോർട്ട് ചെയ്യാൻ, നിന്നെ എതിർക്കാൻ ഞങ്ങൾക്ക് സമയമില്ല. അതുകൊണ്ട് ഈ വീഡിയോ നിങ്ങൾ കേൾക്കി പിന്നെ ബാക്കി കാര്യം. ഞാൻ വിളിച്ചത് ഒരു അപ്പോയിന്റ്മെന്റ് എടുക്കാനായിരുന്നു. ആരാണ്? ഞാന് ഷെരീഫ എന്നാണ് എന്റെ പേര്. ഒരു ഇസ്ലാം മതവിശ്വാസിയാണ്. ഓ, പറഞ്ഞോളൂ. ഓക്കെ, നിങ്ങള് ചെയ്യുന്നത് ശരിയാണെന്ന് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ട്? ഒരു ഫുൾ മതത്തെയും ഒരു വലിയ സമൂഹത്തിന്റെ വിശ്വാസത്തിനെ മുഴുവനും ഹനിക്കുന്ന രീതിയിൽ, തേജോവധം ചെയ്യുന്ന രീതിയിൽ, അപമാനിക്കുന്ന രീതിയിൽ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ പറഞ്ഞു വിടുന്നതും എഴുതി വിടുന്നതും ഒക്കെ ശരിയാണെന്ന് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ? നിങ്ങള് ഇസ്ലാം എന്ന് പറയുന്ന ഒരു മതത്തിനെ മുഴുവനും മുഹമ്മദ് നബി എന്ന് പറയുന്ന ഒരു വലിയ മനുഷ്യനെ എങ്ങനെയെല്ലാം രീതിയിൽ തേജോവധം ചെയ്യാൻ പറ്റുന്നോ അതുപോലെയൊക്കെ ചെയ്യുന്നുണ്ട്. ഇന്ത്യയിലാണ് നമ്മൾ നിൽക്കുന്നതെങ്കിലും നമുക്ക് ഉള്ള ഫ്രീഡം എന്ന് പറഞ്ഞാല് ഒരാളുടെ മൂക്കും തുമ്പത്ത് എത്തുന്നവരെ മാത്രമേ നമ്മുടെ സ്വാതന്ത്ര്യമുള്ളൂ. അതിന്റെ അപ്പുറത്തേക്ക് ഒരാളുടെ വിശ്വാസത്തെ ഹനിക്കാനോ അപമാനിക്കാനോ ഒന്നും നമുക്ക് ഫ്രീഡം അല്ല. ഇന്ത്യയിലാണെങ്കിലും മറ്റുള്ളവരുടെ വിശ്വാസത്തിനെ തേജോവധം ചെയ്യുന്ന രീതി, നമ്മുടെ അഭിപ്രായങ്ങൾ പറയാം, പക്ഷെ മറ്റുള്ളവരുടെ വിശ്വാസങ്ങളെ തേജോവധം ചെയ്യുന്ന രീതിയിൽ സംസാരിക്കാനൊന്നും അപമാനിക്കാനൊന്നും എവിടെയും സ്വാതന്ത്ര്യം തരുന്നതായിട്ട് ഞാൻ കണ്ടിട്ടില്ല. എന്നാ പറയൂ, എവിടെയാണ് അത് സ്വാതന്ത്ര്യം തരുന്ന രീതിയിൽ എവിടെയാണ് നമ്മുടെ ഭരണഘടനയിൽ എഴുതി ചേർത്തിരിക്കുന്നതെന്ന് ഒന്ന് പറയൂ. മതം വിട്ടവൻ എന്ത് ചെയ്യണമെന്നാ ഇസ്ലാം പഠിപ്പിക്കുന്നത്? മതം വിട്ടവനെ എന്ത് ചെയ്യണമെന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്?
ഒരു മതം, എല്ലാ മതങ്ങളും അല്ല നിങ്ങൾ ഏതെങ്കിലും മതത്തിൽ വിശ്വസിക്കുന്നുണ്ടോ? ഇസ്ലാം, ഞാനിപ്പോ എക്സ് മുസ്ലിം ആണ്, അതിന്റെ കാര്യമാണ് ഞാൻ ചോദിക്കുന്നത്. ആ, ഒരു ഇസ്ലാം മതം മതത്തിലും ഒരു ഇസ്ലാം മതം മതത്തിലും വിശ്വസിക്കുന്നില്ല. ഇസ്ലാം മതം ഉപേക്ഷിച്ചവന് എന്ത് ചെയ്യണമെന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്? ഇസ്ലാം എന്ന് പറയുന്നത് ഒരുപാട് റെസ്ട്രിക്ഷൻസും ഒരുപാട് വലിയ വലിയ ആയിക്കോട്ടെ, നല്ല റൂൾസും ഞാനൊരു കാര്യങ്ങളൊക്കെ ഉള്ള റൂളാണ് ഒരു മതമാണ്. ചോദിക്കുന്നത്. ഒരുപാട് നല്ല കാര്യങ്ങൾ അതിലുണ്ട്. പിന്നെ ആയിക്കോട്ടെ, ഇസ്ലാം മതം ഇസ്ലാം മതം വിട്ട ഒരാൾ ഒരാളെ എന്ന് പറഞ്ഞാൽ ഉപേക്ഷിച്ചാൽ വിശ്വാസം ഇല്ലാത്ത ഒരാളെ പണിഷ് ചെയ്യാനുള്ള ഇത് ഇസ്ലാമിലുണ്ട്. എന്താണത്? എന്താണത് നിങ്ങൾ പറയൂ. നിങ്ങൾ പറയൂ. ഇസ്ലാം മതം ഒരാൾ ഉപേക്ഷിച്ചാൽ അയാൾ എന്ത് ചെയ്യണം? തല വെട്ടണം എന്നാണോ? നിങ്ങൾ പറയൂ. എനിക്കറിയില്ല. ഇസ്ലാം മതം ഉപേക്ഷിച്ചാൽ ആ, പിന്നെ മദ്രസയിൽ പഠിച്ചിട്ടില്ലേ? മദ്രസയിൽ പഠിച്ചിട്ടുണ്ട്. എത്ര വരെ പഠിച്ചു? ഞാൻ 7 വരെ പഠിച്ചു 7 വരെയാണ് മദ്രസയില്. പഠിച്ചത്. 12ാം ക്ലാസ്സിൽ എത്തിയില്ല, അതിന്റെ കുഴപ്പമാണ്. ഓക്കെ. 12ാം ക്ലാസ്സിലെ മദ്രസയിലെ പുസ്തകത്തിൽ എഴുതി പഠിപ്പിക്കുന്ന സാധനമാണ്. മതം വിട്ടവൻ എന്ത് ചെയ്യണം? എന്ത് ചെയ്യണം? അവന് തൗബ ചെയ്ത് മടങ്ങാൻ അവസരം കൊടുക്കും. ഉം, എന്നിട്ട് അവൻ മടങ്ങിയില്ല എന്നുണ്ടെങ്കിൽ ഉം, അവനെ കൊല്ലണം. ഉം. ഇതാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. ഇങ്ങനെ ഒരാൾ മതത്തിൽ നിന്ന് പുറത്തു പോയാൽ എന്താണ് അവൻ്റെ വിധി? അവനുള്ള ശിക്ഷ എന്താണ്? ഇസ്ലാം പറയുന്നു, അവനോട് തൗബ ചെയ്യാൻ പറയുക. എന്നിട്ട് അവൻ തൗബ ചെയ്യുന്നില്ലെങ്കിൽ താമസിപ്പിക്കാൻ പാടില്ല. അവനെ ഒരു ഭരണാധികാരി ഉടൻ തന്നെ കൊല്ലണം എന്നാണ്. അപ്പോൾ എന്ന് പറഞ്ഞാൽ മതത്തിൽ നിന്ന് പോയ ആൾക്കാരൊക്കെ കൊല്ലുക എന്ന് പറഞ്ഞ് ഒരു അക്രമമാണത്? അല്ല. ഒരു മതവിശ്വാസി മനസ്സിലാക്കിയിരിക്കണം, ഞാൻ എൻ്റെ മതം, ഇസ്ലാം എന്ന് പറയുന്ന പവിത്രമായ എൻ്റെ വിശ്വാസം ഞാൻ ഒഴിവാക്കിയാൽ എനിക്ക് പരലോകത്ത് ലഭിക്കാൻ പോകുന്ന ശിക്ഷ നരകമാണ്, നരകത്തിൽ ഖാലിദാണ്. അതുപോലെ ദുനിയാവിൽ എനിക്കുള്ള ശിക്ഷ, ഞാൻ ദുനിയാവിൽ ജീവിക്കേണ്ടവനല്ല എന്ന നിലയിൽ ഭരണാധികാരിക്ക് എന്നെ കൊല ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. അതുകൊണ്ട് ഞാൻ ആ തെറ്റ് ചെയ്യാൻ പാടില്ല. ഇസ്ലാം മതത്തെ ഫോളോ ചെയ്ത രാഷ്ട്രമാണ് സൗദി അറേബ്യ. ഓക്കെ, അവിടെ ഉണ്ടല്ലോ ആ നിയമം. അവിടെ ആ നിയമം അവിടെ വളരെ നന്നായിട്ട് പോകുന്ന ഒരു രാഷ്ട്രമല്ലേ അത്? വളരെ നന്നായിട്ടാണ് പോണേ. പിന്നെന്താ? അതായത് നമുക്ക് അവിടെ നമ്മുടെ കൾച്ചർ അതല്ലാത്തത് കൊണ്ട്, നമ്മുടെ കൾച്ചർ അതല്ലാത്തത് കൊണ്ട് നമുക്കത് ബുദ്ധിമുട്ടായിട്ട് അപ്പൊ തോന്നും. പിന്നെ നമ്മുടെ പക്ഷെ അതിൽ തെറ്റുണ്ട് എന്ന് നിങ്ങൾക്ക് എങ്ങനെ പറയാൻ സാധിക്കും? അതായത് മതം ഉപേക്ഷിച്ചവനെ കൊല്ലുന്നത് അതിൽ തെറ്റില്ല എന്നാണോ പറഞ്ഞു വരുന്നത്? മതം ഉപേക്ഷിച്ചവന് തൗബ ചെയ്ത് മടങ്ങാനുള്ള ഒരു ഇത് സാവകാശം ഇതൊക്കെ കൊടുക്കുന്നുണ്ടല്ലോ. അതെ. എന്നിട്ട് അവന് മടങ്ങിയില്ല എന്ന് വിചാരിക്കുക, അവന് മനസ്സിലാവാണ് ഇത് മണ്ടത്തരമാണ് എന്ന് അവൻ ഈ മതത്തിൽ ഒരുപാട് മതത്തെ ഉപേക്ഷിക്കാൻ ചോദിക്കട്ടെ. അപ്പൊ അവൻ തൗബ കൊടുക്കാൻ അവസരം കൊടുത്തിട്ട് അവൻ വീണ്ടും വീണ്ടും പഠിച്ചു. അപ്പൊ എനിക്ക് തൗബ ചെയ്യാൻ അനുവാദം തന്നു. ഞാൻ വീണ്ടും മതം തലകുത്തിയിരുന്ന് പഠിച്ചു. എന്റെ വീട്ടുകാരൊക്കെ തലകുത്തിന്ന് പ്രാർത്ഥനയായിരുന്നു എനിക്ക് ഹിദായത്ത് കിട്ടാൻ വേണ്ടിയിട്ട്. എന്നിട്ടും എനിക്ക് ഹിദായത്ത് കിട്ടിയില്ല. ഞാൻ വായിക്കുന്നിടത്തോളം ഇതിലെ മണ്ടത്തരങ്ങളും, ഇതിലെ സ്ത്രീ വിരുദ്ധത, ഇതിനകത്തെ മാനവിക വിരുദ്ധത, ഇതിനകത്തെ ജനാധിപത്യ വിരുദ്ധത, ഇതിനകത്തെ മതേതരത്വ വിരുദ്ധത, ഇതാണ് എനിക്ക് സ്ത്രീ വിരുദ്ധതയൊക്കെ സ്ത്രീ വിരുദ്ധതയൊക്കെ നമുക്ക് വരാം, ഇഷ്ടംപോലെ സമയത്ത്. ഇന്ന് നമുക്ക് പഠിച്ചിട്ട് പോവാം. അപ്പോ ഇതൊക്കെ ഞാൻ വീണ്ടും വീണ്ടും കാണുകയാണ്. അപ്പൊ എനിക്ക് ഒരു കാരണവശാലും ഇതിനകത്തേക്ക് കടക്കാൻ ഇത് ശരിയാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല, ബോധ്യപ്പെടുന്നില്ല. ഐ എം നോട്ട് ഗെറ്റിംഗ് കൺവിൻസ്ഡ്. അപ്പൊ അവസാനം ഞാൻ എന്ത് തീരുമാനിച്ചു? ഇല്ല, ഞാൻ മതം ഉപേക്ഷിക്കുക തന്നെയാണ്, എനിക്ക് മടങ്ങാൻ സാധിക്കില്ല. അപ്പൊ അടുത്ത സ്റ്റെപ്പ് എന്താണ്? അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ, ഞാൻ സൗദി അറേബ്യയിലാണെന്നുണ്ടെങ്കിൽ എന്നെ കൊല്ലും. ഇന്ത്യയിലായതുകൊണ്ട് എന്നെ കൊല്ലാൻ കഴിയില്ല. അപ്പോ എന്തുകൊണ്ട് എന്നെ കൊല്ലാൻ കഴിയില്ല? ഞാൻ ഇന്ത്യയിലായതുകൊണ്ട് മാത്രമാണ്. അത് ഇസ്ലാമിന്റെ മേന്മ കൊണ്ടല്ല. മനസ്സിലായോ? അപ്പൊ എന്താണ് ഇന്ത്യയിലെ മേന്മ? ഇന്ത്യയിലെ മേന്മ ഇവിടുത്തെ കോൺസ്റ്റിറ്റ്യൂഷൻ ആണ്. സിസ്റ്റർ നേരത്തെ പറഞ്ഞല്ലോ കോൺസ്റ്റിറ്റ്യൂഷന്റെ കാര്യം. എന്താണ് ആ കോൺസ്റ്റിറ്റ്യൂഷനിൽ എഴുതി വെച്ചിരിക്കുന്നത്? ഫ്രീഡം ഓഫ് കൺഷ്യൻസ് എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ട്. ഫ്രീഡം ഓഫ് റിലീജിയൻ എന്ന് പറയുന്നിടത്ത് തന്നെ പറയുന്ന സാധനമാണ് അത്. അതായത് നിങ്ങൾ ഇവിടെ പറഞ്ഞല്ലോ, പറയട്ടെ. അപ്പൊ നിങ്ങൾ എന്താ തുടക്കത്തിൽ പറഞ്ഞത്? അതായത് ഒരാളുടെ മൂക്കിന്റെ തുമ്പത്ത് വരെയാണ്
മതത്തെ വിമർശിക്കാനും ഒക്കെയുള്ള അനുവാദമുള്ളൂ എന്ന് നിങ്ങൾ പറഞ്ഞില്ലേ? അതിനോടൊപ്പം നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ഒരാളുടെ മൂക്കിന്റെ തുമ്പത്ത് അവിടം വരെയുള്ളൂ മതം അടിച്ചേൽപ്പിക്കാനുള്ള ആ ഒരു അവകാശവും. മതം അപമാനിക്കുന്നത് ശരിയാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? അതെ പറഞ്ഞേ. അപ്പോ അപമാനിക്കുന്നത് ശരിയാണെന്ന് നിങ്ങൾക്ക് അതിനുള്ള തോന്നുന്നുണ്ടോ? ആർട്ടിക്കിളും ഇതേ കോൺസ്റ്റിറ്റ്യൂഷനിൽ തന്നെ ഉണ്ട്. അത് ആർട്ടിക്കിൾ നിങ്ങൾ വിശ്വസിക്കുന്നില്ലെങ്കിൽ വിശ്വസിക്കണ്ട. ആർട്ടിക്കിൾ 19 എടുക്ക്. ആർട്ടിക്കിൾ 19 എന്താണ്? അത് ഫ്രീഡം ഓഫ് എക്സ്പ്രഷൻ ആണ്. നിങ്ങൾ മനസ്സിലാക്കിയ സാധനം അത് നിങ്ങൾക്ക് പ്രചരിപ്പിക്കാനുള്ള അവകാശം ഇന്ത്യയിലുണ്ട്. ഓക്കെ, അപ്പൊ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? നിങ്ങൾ വാളെടുക്കല്ല വേണ്ടത്. ഞാൻ പറയുന്ന സംഗതികൾ തെറ്റുണ്ടെങ്കിൽ അത് ഇന്നതാണ് തെറ്റ്, ആരിഫ് പറഞ്ഞത് ഇന്നത് തെറ്റാണ് എന്ന് നിങ്ങൾ പ്രൂവ് ചെയ്യണം. എന്താ ഒരു ഉസ്താദിന് അത് സാധിക്കാൻ കഴിയാത്തത്? ഏത് കാര്യമാണ് പ്രൂവ് ചെയ്യാൻ പറ്റാതിരുന്നിട്ടുള്ളത്? ഏതാ പ്രൂവ് ചെയ്തിട്ടുള്ളതെന്ന് പറ. പ്രിയപ്പെട്ടവരെ, ഈ ആരിഫ് എന്ന ഈ മനുഷ്യജന്മ, ഈ നികൃഷ്ടജീവി ഇസ്ലാമിനെ കുറ്റപ്പെടുന്നത് കേട്ടാൽ നമുക്ക് നെഞ്ച് നെടുങ്ങും, നമുക്ക് ഹൃദയം തുടിക്കും. അത്രയും വിഷമത്തോടെ നമ്മൾ കേൾക്കാൻ കഴിയുള്ളൂ. അവൻ കുറ്റപ്പെടുന്ന വീഡിയോസുകൾ ഇട്ടാൽ നമുക്ക് 2-3 ദിവസം അവൻ്റെ വീഡിയോസ് റണ്ണിങ് ഉണ്ട്. അത്രയും നീചമായ കാര്യങ്ങൾ നിങ്ങൾ ആരംഭിച്ച് നല്ല പോയി നോക്കണം. അപ്പോൾ എനിക്കൊരു എൻ്റെ വീഡിയോ കാണുന്ന സബ്സ്ക്രൈബേഴ്സിനോടോ അല്ലെങ്കിൽ ഇത് ആരെങ്കിലും കാണുന്ന ഉദ്യോഗസ്ഥരോടോ പൊതുപ്രവർത്തകരോടോ സാധാരണക്കാരോടോ സന്നദ്ധ സംഘടനകളോ ആരോടെങ്കിലും, ഞാനൊന്നും സമയമില്ലാത്ത തിരക്കുള്ള ഒരാളാണ്, അതുകൊണ്ട് റിക്വസ്റ്റ്, അതല്ല ഞാൻ ആരിഫിനെ കുറ്റപ്പെടുത്താനോ പ്രൊമോട്ടറിനോ ഒന്നുമല്ല ഈ വീഡിയോ ചെയ്യുന്നത്. ഞാൻ വീട്ടിൽ നിന്ന് കണ്ടപ്പോൾ, എൻ്റെ വീട്ടിൽ നിന്ന് എടുത്ത വീഡിയോ ആണ്, കണ്ടപ്പോൾ ആ ഇസ്ലാമിനെ കുറ്റപ്പെടുന്ന ശൈലിയും ഒന്നും ഇത്തിരി കേട്ടപ്പോൾ ഒന്നും കൂടി കയറി നോക്കി കണ്ടപ്പോൾ ഭയങ്കര സങ്കടമാണ്. അതുകൊണ്ട് ഇത് കാണുന്ന ഇതിൽപ്പെട്ട ഏത് മേഖലയിൽപ്പെട്ട ഒരാളുടെ, ഏത് സന്നദ്ധ സംഘടനകൾ ആരെങ്കിലും ഒരാളുണ്ട്, ഇനി അമുസ്ലിങ്ങളാണെങ്കിൽ അവരോടും എനിക്കൊരു റിക്വസ്റ്റ് ഉണ്ട്. അനീഫ കട്ടുപ്പാറായിട്ട് ഞാൻ പറയുന്നത്, ഇവന് ഇത്തിരി ഈ കോലത്തിൽ വർഷങ്ങളോളം മുസ്ലിം ഇസ്ലാമിൽ നിന്ന് പോയിട്ട് ഇന്നേ വരെ രാവും പകലും നൈറ്റും ഡേയും എല്ലാം ഇസ്ലാമിനെ മാത്രം കുറ്റപ്പെടുത്തിക്കൊണ്ട് വീഡിയോസ് ചെയ്തുകൊണ്ട് സംഘികളുടെ കയ്യിൽ നിന്ന് ക്യാഷ് വാങ്ങി ഇസ്ലാമിനെ കൊഞ്ഞനം കുത്തി കാണിക്കുന്ന ഈ ആരിഫിനെതിരെ നമ്മുടെ ആരെങ്കിലും ഒരു പേന ചലിപ്പിച്ചുകൊണ്ട് ഇവനെതിരെ പരാതിപ്പെടലോ വൈകിയിരിക്കുന്നു. ഏതെങ്കിലും അടുത്തുള്ളൊരു സർക്കാർ ഓഫീസിലോ ഒരു ഉദ്യോഗസ്ഥന്റെ കയ്യിലോ ഒരു ഉദ്യോഗസ്ഥന്റെ മേശപ്പുറത്ത് ആരെങ്കിലും ഒരു വ്യക്തിയോ സന്നദ്ധ സംഘടനകളോ അല്ലെങ്കിൽ കൂട്ടമായിട്ടുള്ള ഒപ്പുകളോ ശേഖരിച്ചിട്ട് ഏത് ജില്ലയിലോ ഏത് പഞ്ചായത്തിലോ എവിടെ നിന്നാണെങ്കിലും കേരളത്തിനകത്ത് ഇവനെ ഒരു പരാതിപ്പെടൽ വളരെ അത്യാവശ്യമാണ്. നമ്മൾക്കതിനെ അല്ലാതെ നമ്മളെ ഇസ്ലാമിൽ ആരിഫ് പറയുന്ന പോലെ നമ്മൾ ഇസ്ലാമിലെ വെട്ടും കുത്തും ചവിട്ടും കുത്തുമല്ല, സംയമനമാണ് നമ്മുടെ നയം. പക്ഷേ ആരിഫ് പറയുന്ന ഓരോ മേഖലകൾ പറഞ്ഞാൽ വീഡിയോ നീണ്ടുപോകും. ഒരു നിസ്കാരത്തിൽ സ്വഫ് നിൽക്കുന്നതിനെ കുറിച്ച് പറയുന്നുണ്ട്. ഓരോ കിംബന്തികൾ, ഓരോ മനുഷ്യ എന്നല്ലാതെ തന്നെ നമ്മുടെ നാവ് കൊണ്ട് വിളിക്കാൻ കഴിയില്ല. പൊന്നാര വിഡ്ഢി മനുഷ്യ, ഒരു മനുഷ്യ ജന്മമേ. ഈ സ്വഫ് നിൽക്കുന്നതൊക്കെ അത് അന്യമതസ്ഥരും അന്യ രാഷ്ട്രക്കാരും വിദേശികളും കണ്ട് അമ്പലത്തിൽ നിന്ന് നോക്കി നിൽക്കുന്ന ഒരു ആരാധനയാണ്. കറുത്തവനും വെളുത്തവനും എല്ലാവരും ഒന്നിച്ച് തോളോട് തോളൊരുമി കാലിട്ടൊരുമി സ്വഫൊരുമി കാലൊരുമിച്ച് വെച്ച് നീ ആരാധന തത്തുല്യമായ മറ്റൊന്നുണ്ടോ? അതിനും പുച്ഛിക്കുന്നു, അതിനും പരിഹസിക്കുന്നു. പരിശുദ്ധ ഖുർആനെ നീ പുച്ഛിക്കുന്നു, പുണ്യ റസൂലിനെ നീ പുച്ഛിക്കുന്നു, ഹജ്ജിനെയും കഅബയെയും നീ പുച്ഛിക്കുന്നു. എങ്ങോട്ടാണ് ഈ പോക്ക് നമ്മുടെ കേരളം? ഇവനെതിരെ ഇതേ ശൈലിയിൽ, ഇതേ റൂട്ടിൽ, ഇതേ ട്രാക്കിൽ മറ്റൊരാൾ എതിർത്തുകൊണ്ട് വന്നാൽ എങ്ങനെയായിരിക്കും? അതുകൊണ്ട് നിന്നെ ഇസ്ലാമിൻ്റെ നയത്തിൽ നിന്നെ ഒഴിവാക്കിയിട്ടതാണ്. ഈ വീഡിയോ കാണുന്ന ഉദ്യോഗസ്ഥരോട് അല്ലെങ്കിൽ സന്നദ്ധ പ്രവർത്തകരോട് എൻ്റെ റിക്വസ്റ്റ്, ആരിഫിന് എതിരിൽ ഒരു പരാതി ഒരു ഉദ്യോഗസ്ഥരുടെ മേശപ്പുറത്ത് കേരളത്തിൻ്റെ നിയമപീഠത്തിലേക്ക് എത്തൽ വളരെ അത്യാവശ്യമാണ്. ആരിഫ് ഇസ്ലാമിനെ തല കൊത്തി തിന്നാൻ തുടങ്ങിയിട്ട് വർഷങ്ങളോളമായിരിക്കുന്നു. ഇസ്ലാമിൻ്റെയും മുസ്ലിങ്ങളുടെയും മനസ്സ് വേദനിപ്പിച്ചുകൊണ്ട് ആരിഫിൻ്റെയും ഈ സംഘിക്കാശ് വാങ്ങിക്കൂട്ടല് മുന്നോട്ട് പോകാൻ അനുവദിക്കരുത് എന്നൊരു റിക്വസ്റ്റാണ് ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് തരാനുള്ളത്. അനീഫ കട്ടുപ്പാറ. ഓക്കെ, ബൈ.